അവിടെ നിധിയുണ്ട് പടവലത്ത്, പക്ഷെ ആർക്കും കൊടുക്കൂല. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ പിച്ചും പേയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇവന്റെ ആഗ്രഹം എന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു കോടീശ്വരീനെ കെട്ടണമെന്നോ. അമ്മൂമ്മ സൂക്ഷിച്ചോ, ഇവൻ പടവലത്ത് ആധാരം എടുത്ത് വെക്കും. മുമ്പ് എപ്പോഴും ഇങ്ങനെ വന്നിട്ടുണ്ടോ? എന്റെ ഓർമ്മയില്ല. ചേച്ചിക്ക് എന്തോ ഒരു ശക്തി ഇട്ടിട്ടുണ്ട്. പനിയൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്, പിച്ചും പേയും പറയുകയും ചെയ്യും. പക്ഷെ ഈ കൊച്ചു മാത്രം എന്താ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ലച്ചു ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. ആ ഒരു ഉറക്കപ്പിച്ചിൽ ഓരോന്ന് സംസാരിക്കുന്നത്. എന്തായാലും സ്വപ്നമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഉറക്കപ്പിച്ചിൽ ഓരോന്ന് പറയണം. ഭയങ്കര രസമായിട്ട് തന്നെയാണ് എനിക്ക് എപ്പിസോഡ് പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത്. എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് ലച്ചു ഉറക്കപ്പിച്ചിന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. പ്രൊമോയിൽ കുറച്ച് ഗ്ലിംസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എപ്പിസോഡിന് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. കഴിഞ്ഞ എപ്പിസോഡ് ഭയങ്കര നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ പോകുന്ന ആ പാറക്കുട്ടിയുടെ ആ ഒരു സംഭവം, പിന്നെ കേശു സിദ്ധു ഒക്കെ ഓരോന്ന് ഒപ്പിച്ച് വെക്കുന്നതൊക്കെ പണ്ട് ബാലുവച്ചന് ഒക്കെ ഉണ്ടാക്കുന്ന പോലുള്ള പരിപാടികളാണ് ഈ സിദ്ധുവിൻ്റെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ തോന്നുന്നത്. അത് തന്നെ ഇപ്പം പുതിയ പ്രൊമോയിലും ഇടം തോന്നുന്നു, ഓരോന്ന് പറയുന്നുണ്ട്. സിദ്ധുവും കേശുവും കൂടെ എന്തായാലും എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നെ പറയാം. ലച്ചു ഒരു കംബാക്ക് നടത്തിയതാണ്. ഒരു നമ്മൾ കണ്ട 2-3 എപ്പിസോഡായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഇല്ലായിരുന്നു ലച്ചു. എന്തായാലും അതിൻ്റെ ഒരു തിരിച്ചു വന്നതിൻ്റെ ഒരു സംഗതി, ഒരു ക്യൂട്ട്നെസ് ഭയങ്കരമായിട്ടുണ്ട്. കാരണം പുള്ളിക്കാരി എണീറ്റ്